മുകളിലെത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നേരെ പോവുകയാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം ഓണൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ ഒരു തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ പോയത് AK ഹൈപ്പർ മാർക്കറ്റിലേക്കാണ്. അപ്പോൾ ഓണമൊക്കെ അനുബന്ധിച്ച് കുറച്ച് ഡെക്കറേഷൻസും കാര്യങ്ങളും ഓഫേഴ്സൊക്കെ ഉണ്ട്. നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങളൊരു ഈവനിങ് ടൈമിലാണല്ലോ എത്തിയത്. അപ്പോൾ നല്ല തിരക്കുണ്ട്. നാളെ ഓണം കൂടെ ആയതുകൊണ്ട് അതിൻ്റെ ഒരു തിരക്കുണ്ട്. പിന്നെ ഏട്ടൻ വണ്ടിയൊക്കെ ആയിട്ട് വന്നു. പിന്നെ ദേ അമ്മയും അച്ഛനും ദേ പർച്ചേസിങ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഞങ്ങൾക്ക് വേണ്ടതും അവിടെ ഇവിടെയൊക്കെ നോക്കി ഇത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം ഇതേ നമ്മൾ കുറച്ച് വേണ്ട അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്തു. പിന്നെ ആദ്യമായിട്ടാണ് ഞങ്ങൾ വാഴേണ്ടില വാങ്ങുന്നത് കേട്ടോ. വീട്ടിൽ വാഴേണ്ടില ഇല്ലാത്തതുകൊണ്ട് പിന്നെ സദ്യ വാഴേണ്ടില കഴിക്കാൻ ഞാനൊരു ഫുൾ ആവില്ലല്ലോ വിചാരിച്ചിട്ടുണ്ട് ഞങ്ങൾ 5 ഇല വാങ്ങി. ആദ്യമായിട്ടാണ്. അപ്പോൾ അന്നപ്പം അച്ഛൻ പറഞ്ഞു നമുക്ക് എന്തായാലും വീട്ടിൽ വാഴ നട്ട് പിടിപ്പിക്കണം എന്ന് ഉറപ്പിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ സാധനം വെക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഏട്ടൻ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ടർക്കിഷ് ഷവർമ വാങ്ങിയിരുന്നു. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ വിചാരിച്ചു നമുക്കെന്നാൽ മുകളിൽ ഫുഡ് കോർട്ടിൽ പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കോർട്ടിലെത്തി. പിന്നെ കൈയൊക്കെ കഴുകി വേഗം വന്ന് കഴിക്കാനുള്ള മോഹം കൊണ്ട് വേഗം വന്ന് ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് അവിടുത്തെ സെക്യൂരിറ്റി ചേട്ടൻ വന്ന് പറഞ്ഞത് നമുക്ക് പുറത്തുനിന്നുള്ള ഫുഡ് അവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റില്ലെന്ന്. നമ്മളെ ലുലു മോളിലെ പോലെയല്ല ഇവിടെ പറ്റില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ഏതായാലും വന്നാലേ വെച്ച് പോപ്കോൺ വാങ്ങാൻ വേണ്ടി നിന്ന്. അപ്പോൾ അതൊന്ന് ചെറുതായി ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഭയങ്കര തണുത്തിരിക്കുകയായിരുന്നു. ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങളത് വേണ്ടാന്ന് വിചാരിച്ച് തിരിച്ച് വീട്ടിൽ പോയിട്ട് കഴിക്കാൻ വിചാരിച്ച് ഞങ്ങൾ സങ്കടത്തോടെ കയ്യിൽ ഷവർമയും വെച്ച് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. നല്ല തിരക്കാണ് കേട്ടോ. റോഡൊക്കെ നല്ല ബ്ലോക്കായിരുന്നു. കാരണം ഓണൊക്കെ അനുബന്ധിച്ച് എല്ലാവരും അതിൻ്റെ തിരക്കിലൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ മുകളിലോട് ബായൊക്കെ പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ വീട്ടിലെത്തി ഞങ്ങൾ ഷവർമയൊക്കെ കഴിച്ചു. നല്ല അടിപൊളി ടർക്കിഷ് ഷവർമയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോവാണ്. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നാളേക്കുള്ള പച്ചക്കറിയൊക്കെ അരിഞ്ഞ് മാങ്ങ, പച്ചമാങ്ങ ഏട്ടത് അച്ചാറിടാൻ വേണ്ടി അരിയാണ്. ബിസിയാണ്. നമ്മൾ പച്ചക്കറിയൊക്കെ കഴുകണം. അവിടെ പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നാളേക്ക് ഒന്നും കൂടെ ടേസ്റ്റ് ആവും. അപ്പോൾ ഓരോന്ന് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ് ഇപ്പോൾ സമയം ഒരു 12 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏകദേശം എല്ലാം ഒരുക്കി. ഇനിയിപ്പോൾ ഒന്ന് കിടന്നുറങ്ങണം. അപ്പോൾ നമുക്ക് രാവിലെ കാണാം. അപ്പോൾ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്തു. പിന്നെ ഫ്രഷായി വന്നു. ഇനി പോയി കിടന്നുറങ്ങട്ടെ. അപ്പോൾ നമുക്ക് രാവിലെ കാണാം. ബൈ. ഹാപ്പി ഓണം ഗായ്സ്. അപ്പോൾ ഇത് കുറച്ച് ലേറ്റായി. അപ്പം കിടക്കാൻ നേരം വൈകിയോണ്ട് കുറച്ച് ലേറ്റായി. പക്ഷെ കുഴപ്പമില്ല. എനിക്ക് കുളിച്ച് വന്നപ്പോഴേക്കും അമ്മതേ പൂവൊക്കെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പൂവിട്ടിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. നമ്മൾ പൂവൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് പൂവിന് വെള്ളം കൊടുക്കാം. പൂവേ പുലിപ്പൂവേ പുലിപ്പൂവേ പുലി. അപ്പോൾ നമ്മളിത് പൂവൊക്കെ ഇട്ട് കഴിഞ്ഞു. അപ്പം ഇനി മാവേലി വന്ന് കാണുമായിരിക്കും. അപ്പം നമുക്ക് അമ്പലത്തിൽ പോയിട്ട് ഒരുങ്ങട്ടെ. അമ്പലത്തിൽ പോകണമെങ്കിൽ അങ്ങനെ വേഗം അമ്പലത്തിൽ പോകാൻ വേണ്ടി ഞങ്ങൾ 4 പേരും റെഡിയായി വന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഏതായാലും വർഷത്തിലൊരിക്കൽ ഓണമല്ലേ. അപ്പം നമുക്കൊരു ഫോട്ടോസ് സെക്ഷൻ ആയേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു. കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ നേരെ അമ്പലത്തിലേക്ക് വേഗം പോകണം. കാരണം കുറച്ച് ലേറ്റ് അല്ല, നല്ല ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നേരെ അമ്പലത്തിലേക്ക് ഇട്ടു. അമ്പലത്തിൽ നിന്ന് നല്ല തിരക്കായിരുന്നു കേട്ടോ. ഓണായതുകൊണ്ട് പിന്നെ ഞങ്ങൾ ചെന്ന സമയം അമ്പലം അടയ്ക്കാറായ സമയം പിന്നെ വേഗം ഇട്ടു. അപ്പം അമ്പലത്തിൽ തൃക്കാക്കരപ്പനെയും പൂവൊക്കെ ഇട്ടായിരുന്നു. നല്ല രസമായിരുന്നു. പൂവിൻ്റെ ഫോട്ടോ എടുക്കാൻ മറന്നുപോയി. അങ്ങനെ ഞങ്ങൾ തൊഴുത് തിരിച്ച് വീട്ടിലേക്ക് വേഗം പോവുകയാണ്. സത്യം പറഞ്ഞാൽ നല്ല വിശപ്പുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു. ഒരു 9:30 ആയപ്പോൾ ഞങ്ങൾ തൊഴുത് ഇറങ്ങിയത്. അപ്പോൾ വേഗം വീട്ടിൽ പോയിട്ട് വേണം ഇനി ഫുഡ് കഴിക്കാൻ. വർക്കിലാണ്. അപ്പോൾ അച്ഛനും അമ്മയും വർക്കിലാണ്. എന്താ അച്ഛാ പണി?
അച്ഛനിതാ തേങ്ങ ചെറുകുന്നു ഗൈസ്. ഹാപ്പി ഓണം പറച്ച. അപ്പോൾ നമ്മൾ സദ്യ ഉണ്ടാക്കാൻ കുറച്ച് ലേറ്റ് ആയെങ്കിലും 2 മണി ആയപ്പോഴേക്കും എല്ലാം സെറ്റാക്കി. സാമ്പാർ, ഒരു സദ്യ വട്ടങ്ങളെല്ലാം റെഡിയാക്കി. ഇതേ അച്ഛൻ്റെ കുറച്ച് വർക്കേഴ്സ് ഉണ്ട്, അവർക്ക് കൊടുത്തയക്കാൻ വേണ്ടി ഇതെല്ലാം പാക്ക് ചെയ്തു. അപ്പോൾ അത് ഏട്ടൻ പോവാണ്. ചോറ് പറ്റുള്ളൂ. അപ്പം അമ്മ ചിക്കൻ കറി വെച്ച്, അപ്പോൾ അവന് വേണ്ടി ഉണ്ടാക്കി സ്പെഷ്യൽ ചിക്കൻ കറി. മഞ്ഞപ്പൊടി മാത്രമായിട്ട് അമ്മ കുഴച്ച് തരിക. ജഗ്ഗുമോന് ഫുഡ് കൊണ്ട് കൊടുക്കാൻ പോവാണ്. കഴിക്കുമെന്നൊന്നും അറിയില്ല. ആളൊന്നും നല്ല പണക്കത്തിൽ. ഞങ്ങളാരും മെയിൻ്റ് ആക്കിയിട്ടില്ല. രാവിലെ ഒന്ന് വിട്ടിറക്കിയതേ ഉള്ളൂ. പാലും കൊടുത്ത് ഇനി ഇത് കഴിക്കുമെന്നാവും. പോയോക്കട്ടെ കിടക്കണേ. അതെ ജഗ്ഗുമോനെ, മമ്മു തരട്ടെ ചോറ്? മമ്മു കാത്തിരിക്കണത്. ഇപ്പം തരാട്ടോ. നോക്ക. ഗുഡ് ബോയ്. നല്ല ഇഷ്ടമാണ്. വേർന്ന് എല്ല് മാത്രം ആദ്യം കഴിച്ചുകൊണ്ടിരിക്കുക സ്വഭാവം. എത്ര നല്ല പാത്രത്തിൽ കൊടുത്താലും നിരത്തി വെച്ചേ കഴിക്കുള്ളൂ. അതാണ് അവൻ്റെ സ്റ്റൈൽ ഓഫ് ഈറ്റിംഗ് അല്ലേ രഘു? എന്ന് മെയിൻറ്റെയിൻ ചെയ്യണം കൂടെ അല്ലേ ചിക്കൻ്റെ കിട്ടിയപ്പോൾ. കിടന്ന് ആസ്വദിച്ച് കഴിക്കുക. നമ്മുടെ ഓണത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് നമ്മുടെ സദ്യ കഴിക്കൽ. അപ്പോൾ ഏട്ടൻ പോയി വരുമ്പോഴേക്കും വേഗം എല്ലാം വിളമ്പി സെറ്റാക്കി വയ്ക്കുക വെച്ചു. അങ്ങനെ അതേ ഏട്ടൻ വന്ന് ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കുകയാണ്. അധികം വിപുലം അല്ലെങ്കിൽ അത്യാവശ്യം വേണ്ട എല്ലാ കറികളും അതേ അമ്മയും അച്ഛനും കൂടി സെറ്റാക്കിയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ റെഡിയാക്കി. അപ്പോൾ പായസം, സേമിയ പായസമായിരുന്നു അച്ഛൻ ഉണ്ടാക്കിയത്. നല്ല അടിപൊളി ടേസ്റ്റ്. അങ്ങനെ അതേ അടിപൊളിയായിട്ട് എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അന്ന് നല്ല ഫുഡൊക്കെ ആയിരുന്നു. അങ്ങനെ ഇതേ കഴിച്ച് കഴിഞ്ഞു. എല്ലാവരും ക്ഷീണിച്ച് കഴിഞ്ഞു. കാരണം കുറച്ച് ലേറ്റായിപ്പോയല്ലോ. ആ ലേറ്റായതിൻ്റെ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു. അങ്ങനെ ദേ ഒരു 4 മണി ആയപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ദേ ആൻറ്റിമാരെ വീട്ടിലേക്കൊക്കെ പോവാം. അച്ഛൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലും പോകാണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് എവിടെയെങ്കിലുമൊക്കെ പോയി ഒന്ന് കറങ്ങിയിട്ട് വരാം വിചാരിച്ചു. ദേ ജഗ്ഗുവിനോട് ബായ് ഒക്കെ പറഞ്ഞ് ഞങ്ങൾ ദേ പോവാണ്. അങ്ങനെ ദേ ആൻറ്റിമാരുടെ വീട്ടിലൊക്കെ പോയി. പിന്നെ അച്ഛനും അമ്മയും കൂടെ നേരെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഞാനും ഏട്ടനും കൂടെ നേരെ ദേ പുത്തൂർ ബൈപ്പാസിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. വെറുതെ നല്ല രസമാണ് അവിടെ കൂടെ അങ്ങനെ പോകാനൊക്കെ. അപ്പോൾ നേരെ അങ്ങോട്ട് വിട്ടു. അങ്ങനെ ഞങ്ങൾ ദേ നല്ല രസമായിട്ട് 2 സൈഡിൽ നല്ല പാടമൊക്കെയാണ്. അപ്പോൾ നല്ല രസമൊക്കെ കാണാൻ. കുറേ കടകളൊക്കെ ഉണ്ട്. നല്ല രസമാണ് കാണാൻ. അങ്ങനെ ഞങ്ങൾ ഈ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകുന്ന വഴിയിൽ ഇതേ കബാബ് ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ നല്ല രസം തോന്നി. അപ്പോൾ ഏട്ടൻ പറഞ്ഞ ഞാൻ വാങ്ങി തരാമെന്ന്. അങ്ങനെ ഞങ്ങൾ കയറി ഒരു ചിക്കൻ കബാബാണ് ഓർഡർ ചെയ്തത്. അതിനൊരു 60 രൂപയാണ്. നല്ല ചൂടോടെ നല്ല ഫ്രഷ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കഴിച്ചു നോക്കി. ആ എക്സ്പ്രഷൻ ചൂടിൻ്റെയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കഴിച്ചതേ പൈസ കൊടുത്തതേ തിരിച്ച് പോവുകയാണ്. അങ്ങനെ തിരിച്ച് പോകുന്ന വഴിക്കാണ് ഈ ഒരു അടിപൊളി ഒരു സ്പോട്ട് കണ്ടത്. ഇത് രസമല്ലേ? നല്ല അടിപൊളിയായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ കിളികൾ പോകുന്ന അവരുടെ ശബ്ദമൊക്കെ ഉണ്ടായിരുന്നു. ഈ റോഡ് സൈഡിൽ കുറേ പേര് അത് കാണാൻ വേണ്ടിയിട്ട് തന്നെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ച് പോകുമ്പോൾ ഏട്ടൻ്റെ ഒരു കട്ടൻ ചായയും കൂടെ പിടിച്ച് ഞങ്ങൾ തിരിച്ച് നേരത്തെ. ഹലോ ഗായ്സ്, അപ്പം അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇവിടെ ഫുൾ ഓണപ്പരിപാടിയാണ്. അപ്പോൾ ഇവിടെ ഫുള്ള് വടംവലിയൊക്കെയാണ്. കറണ്ട് പോയോ? അതെ ഞങ്ങൾ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ അച്ഛനമ്മയും അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ഡിന്നറും അവിടെ നിന്നാണ് കഴിച്ചത്. അങ്ങനെ നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മുടെ ഒരു ഓണവും കൂടെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ നല്ലൊരു തിരുവോണനാൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ഒരു തിരുവോണനാൾ, ഒരു ഓണം ദിവസം കൂടെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിതേ കുറേ എല്ലാവരും വീട്ടിലും ആൻറ്റിമാരുടെ വീട്ടിലും അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലൊക്കെ പോയി കറങ്ങിയൊക്കെ വന്നു. അങ്ങനെ നല്ലൊരു ഓണ ദിവസമായിരുന്നു. അങ്ങനെ നമ്മുടെ ഈ ഒരു 2024 ഓണവും അങ്ങനെ കടന്നു പോവുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഓണവിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ലവ് യു ആൻഡ് ബൈ.